ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. വാൽമീകി രാമായണത്തിലേക്ക് സ്വാഗതം. ഉത്തരകാണ്ഡമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സർഗത്തിൽ രാവണൻ തൻ്റെ സഹോദരിയായ ശൂർപ്പണഖയെ സമാശ്വസിപ്പിക്കുന്നതാണ് ഭാഗം. ദിഗ്വിജയത്തിന് പുറപ്പെട്ട രാവണൻ കുബേരനെ ജയിച്ച ശേഷം പുഷ്പക വിമാനം കൊണ്ട് ലങ്കയിലേക്ക് വന്നു. അതിനുശേഷം മറ്റുള്ള ലോകപാലന്മാരെയും ജയിക്കാൻ വേണ്ടി പുറപ്പെട്ടിട്ട് ആദ്യം യമപുരിയിൽ ചെന്ന് യമദേവനെ നേരിട്ടു. അദ്ദേഹം തോൽവി സമ്മതിച്ചു. അതിനുശേഷം വരുണലോകത്തേക്ക് പുറപ്പെട്ടു പോകുമ്പോഴാണ് നിവാതകവചന്മാരുമായിട്ട് പോരിന് പുറപ്പെട്ടത്. എല്ലാവരുടെ അടുത്തും ചെന്ന് പോരിന് ആഹ്വാനം ചെയ്യുകയാണ്. ഒന്നുകിൽ യുദ്ധം ചെയ്യുക, അല്ലെങ്കിൽ തോൽവി സമ്മതിക്കുക. ഇതാണ് രാവണന്റെ ആജ്ഞ. അത് ലംഘിക്കുന്നവർക്ക് അതിൻ്റെ ശിക്ഷ കിട്ടും. ഇങ്ങനെ എല്ലാവരും ഭയപ്പെട്ട് യമദേവൻ തോൽവി സമ്മതിച്ചു. ആ വരുണന്റെ ലോകത്ത് ചെല്ലുമ്പോൾ വരുണൻ അവിടെ ഉണ്ടായിരുന്നില്ല, ബ്രഹ്മലോകത്തേക്ക് പോയിരിക്കായിരുന്നു. വരുണപുത്രന്മാരാണ് വന്ന് നേരിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റാണ്ട് തോൽവി സമ്മതിച്ചു. നിവാത കവചന്മാരോട് ഏറ്റുമുട്ടി ഒരു കൊല്ലം പോകുന്ന പോക്കിൽ രണ്ടുപേർക്കും ജയമോ തോൽവി ഉണ്ടായില്ല. ആ സമയത്ത് ബ്രഹ്മാവ് വന്ന് നിവാത കവചന്മാരോട് പറയുന്നു, ഇദ്ദേഹമായിട്ട് സഖ്യം ചെയ്യാൻ നല്ലത്, രാവണനെ ജയിക്കാനൊന്നും സാധ്യമാവില്ല എന്ന് പറഞ്ഞപ്പോൾ അവരത് തമ്മിൽ സഖ്യമായി. പിന്നെ രാവണൻ വരുണലോകത്തേക്ക് പോകുന്ന വഴിക്കാണ് കാലകേയന്മാരെ വധിക്കുന്നു. ആ പുരിയിൽ ചെന്ന് അവരെയും വധിച്ച കൂട്ടത്തിൽ അതിനുശേഷം വിദ്യുജ്ജുഹൻ, ഈ ശൂർപ്പണഖയുടെ ഭർത്താവായ വിദ്യുജ്ജുഹനെയും രാവണൻ കൊന്നുകളഞ്ഞു. കുറേ രാക്ഷസന്മാരെ കൊന്നുകൊണ്ട് നടക്കുകയാണ്. ആ സമയത്ത് സഹോദരിയുടെ ഭർത്താവാണെന്നൊന്നും ആലോചിച്ചില്ല രാവണൻ, അതൊന്നും അറിഞ്ഞില്ല. അങ്ങനെ വധിച്ചു. അങ്ങനെ വന്ന് രാവണന്റെ അടുത്ത് വന്ന് ശൂർപ്പണഖ വീണ് കരഞ്ഞുകൊണ്ട് തൻ്റെ സങ്കടം പറയുന്നത്, ആ സഹോദരിയെ ആശ്വസിപ്പിക്കുന്ന ഭാഗമാണ് ഇതിൽ പറയുന്നത്. ഈ സർഗത്തിൽ നിവർത്തമാന സംഹൃഷ്ടാരാവണസുതുരാത്മവാൻ ജഹ്രേ പഥി നരേന്ദ്രർഷി ദേവഗന്ധർവകന്യക. സംഹൃഷ്ടനായി മടങ്ങിപ്പോകുന്ന ദുരാത്മാവായ രാവണൻ, എല്ലാം വിജയം നേടിക്കൊണ്ട് സന്തോഷമോടെ മടങ്ങിപ്പോകുന്ന രാവണൻ വഴിയിൽ ആ രാജാക്കന്മാരുടെയും ഋഷികളുടെയും ദേവഗന്ധർവന്മാരുടെയും കന്യകമാരെയും അപഹരിച്ചു കൊണ്ടുപോയി. അവരെല്ലാം തോൽപ്പിച്ചപ്പോൾ അവിടുത്തെ സ്ത്രീകളെല്ലാം അപഹരിച്ചു കൊണ്ടുപോകാണ്. സുന്ദരിയായ സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ രാവണൻ അവരെല്ലാവരെയും ബന്ധിച്ച് പുഷ്പക വിമാനത്തിലേക്ക് ഇട്ടടയ്ക്കും. ഇങ്ങനെ നാഗകന്യകമാര്, രാക്ഷസന്മാര്, അസുരന്മാര്, മനുഷ്യന്മാരുടെ കന്യകമാരെ എല്ലാം, യക്ഷന്മാര്, ദാനവന്മാര് എല്ലാം ഇവരെയും ജയിച്ച് അവരുടെ കന്യകമാരെയെല്ലാം കവർന്നുകൊണ്ട് വിമാനത്തിൽ കയറ്റിപ്പോകാണ്. അവരുടെ എല്ലാം അമംഗളമായ ഭയശോകാസുക്കൾ നിറഞ്ഞ് ആ വിമാനം നിറഞ്ഞു. ഈ സ്ത്രീകളെല്ലാം പിടിച്ച് അതിലിട്ടപ്പോൾ അവര് കരഞ്ഞുകൊണ്ടിരുന്നു. ഭയം കൊണ്ടും ദുഃഖം കൊണ്ടും അമംഗളമായ അവരുടെ കണ്ണുനീര് വീണ് ആ വിമാനം നിറഞ്ഞു. നൂറുകണക്കിന് നാഗഗന്ധർവ കന്യകമാരും അഹർഷിപുത്രിമാരും ദൈത്യദാനവ കന്യകമാരും വിമാനത്തിൽ ദുഃഖിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്നു. സുന്ദരിമാരായ സുമധ്യകളായ ഈ സ്ത്രീകളെല്ലാം ശോക ദുഃഖ ഭയങ്ങൾ കൊണ്ട് നടുങ്ങി തളർന്നുപോയി. അവരുടെ നെടുവീർപ്പേറ്റ് നാലുപാടും കത്തിയെരിയുന്ന പുഷ്പകം ആ വിമാനം തീപിടിച്ച അഗ്നികുണ്ഡത്തെ പോലെ ഉജ്ജ്വലിച്ചു.
ഓരോരുത്തരും വിചാരിച്ചു, ആ സ്ത്രീകളെല്ലാവരും കരയുമ്പോൾ വിചാരിക്കും, ഈ രാക്ഷസൻ എന്നെ കൊന്നു തിന്നു കളയോ, കൊല്ലുമോ, എന്നെ തിന്നു കളയോ എന്നെല്ലാം ഓരോരുത്തരും ചിന്തിക്കുകയാണ്. അച്ഛനമ്മമാരെയും ഭർത്താക്കന്മാരെയും സഹോദരന്മാരെയും എല്ലാം ഓർത്ത് ദുഃഖശോക സമാകുലരായി ആ സ്ത്രീകളെല്ലാം ഒരുമിച്ച് കണ്ണീർ വാർത്തു. എല്ലാവരും കൂടി ഉറക്കെ കരഞ്ഞു. എന്നെ വിട്ടുപിരിഞ്ഞ എൻ്റെ മകൻ എങ്ങനെ ജീവിക്കും എന്ന് ദുഃഖത്തോടു കൂടി ഒരുവള് കരഞ്ഞുകൊണ്ടിരുന്നു. ഈ ദുഃഖം താങ്ങാൻ കഴിയാതെ എൻ്റെ അമ്മയും സഹോദരന്മാരുമൊക്കെ എന്തു ചെയ്യും? ഇങ്ങനെയെല്ലാം ഓരോരുത്തർ ചിന്തിക്കാണ്. ദൈവമായ ഭർത്താവില്ലാതെ ഞാൻ എന്തു ചെയ്യും? ഇങ്ങനെയെല്ലാം ആ സ്ത്രീകൾ ദുഃഖിച്ചു പറഞ്ഞു. മരണത്തിന് വേണ്ടി അവർ പ്രാർത്ഥിക്കുകയാണ്. ദുഃഖത്തിൽ മുഴുകിയ ആ സ്ത്രീകളെല്ലാം മൃത്യുദേവനോട് പ്രാർത്ഥിച്ചു, ഞങ്ങളെ കൂടി അങ്ങയുടെ ലോകത്തേക്ക്, മൃത്യുലോകത്തേക്ക് കൊണ്ടുപോയാലും. അവർ ജീവിക്കാൻ തന്നെ ആഗ്രഹിക്കുന്നില്ല, എങ്ങനെയും മരിച്ചു പോയാൽ മതിയെന്നായി അവരുടെ ചിന്ത. മൃത്യു വരാൻ വേണ്ടി അവർ പ്രാർത്ഥിച്ചു. നാമെല്ലാം ഇങ്ങനെ ദുഃഖിച്ച് ഇങ്ങനെ അഴലാഴിയിൽ വീണല്ലോ. പൂർവജന്മത്തിൽ നാം എന്ത് പാപം ചെയ്തിട്ടാണാവോ ഇങ്ങനെ സംഭവിച്ചത് എന്നെല്ലാം അവർ വിലപിച്ചു. ഈ ദുഃഖത്തിന് ഒരു അവസാനം കാണുന്നില്ലല്ലോ. അയ്യോ, ഈ മർത്യലോകം വളരെ നികൃഷ്ടമാണ്, ഇതിനേക്കാൾ അധമമായ മറ്റൊന്നില്ല എന്ന് ഈ ലോകത്തെക്കുറിച്ച് അവര് പഴിക്കാൻ തുടങ്ങി. അങ്ങനെ കരുത്തനായ ഈ രാക്ഷസൻ വധോപായങ്ങൾ തേടുന്നു. വീണ്ടും ദുർവൃത്തികൾ ചെയ്തിട്ടും ഇവന് സ്വയം വെറുപ്പ് തോന്നുന്നില്ലല്ലോ. രാവണനെ അവര് നിന്ദിക്കുകയാണ്. ഈ ദുരാത്മാവിന്റെ വിക്രമമെല്ലാം സർവഥാ അവനു സദൃശം. അവനെ പോലെ തന്നെ, അവനെ ദുഷ്ടനായ അവന്റെ കർമ്മങ്ങളിലും വിക്രമങ്ങളും അതേപോലെ അവന്റെ സാദൃശ്യത്തോടുകൂടി അവന്റെ സ്വഭാവത്തോട് അനുസരിച്ചാണ്. അയാളെ വീരത്വമൊന്നും പറയാൻ പറ്റില്ല. ദുഷ്ടകർമ്മങ്ങളാണ് അവൻ ചെയ്യുന്നത്. പരസ്ത്രീകളെ തീണ്ടുന്ന ഈ തൊഴിൽ ഒട്ടും സദൃശ്യമല്ല. ഈ രാക്ഷസാധമൻ പരസ്ത്രീകളിൽ രമിക്കുന്നു. അതിനാൽ ഈ ദുരാത്മാവിന് സ്ത്രീ നിമിത്തം മരണം സംഭവിക്കും എന്നവര് ശപിച്ചു. രാവണനെ ശപിക്കുകയാണ്. പതിവ്രതകളും സാധ്യകളുമായ ആ സ്ത്രീകൾ ഇപ്രകാരം ഒന്നിച്ച് ശപിച്ചതിനാൽ രാവണന്റെ തേജസ് അറ്റു. തേജസ്സില്ലാതായി, മനം മങ്ങിപ്പോയി, മനോബലം നഷ്ടപ്പെട്ടു. രാവണന് കുറച്ച് കുണ്ഠിതമൊക്കെ ഉണ്ടായി ഇവരുടെ ശാപമേറ്റപ്പോൾ. അതിനുശേഷം പിന്നെ ഇങ്ങനെയുള്ള അവരുടെ വിലാപം കേട്ടുകൊണ്ട് രാക്ഷസ ശ്രേഷ്ഠനായ ആ രാവണൻ രാക്ഷസന്മാരാൽ പൂജിതനായി ലങ്കാപുരിയിൽ വന്നു ചേർന്നു. ആ സമയത്താണ് സഹോദരിയുടെ വരവ് കരഞ്ഞുകൊണ്ടുള്ള. ആ സമയത്ത് കാമരൂപിണിയും സഹോദരിയുമായ ആ ശൂർപ്പണഖ പെട്ടെന്ന് നിലത്ത് വീണ് കരയാൻ തുടങ്ങി. രാവണൻ ആ സഹോദരിയെ എഴുന്നേൽപ്പിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്നോട് എന്ത് പറയാനാണ് ഉദ്ദേശിക്കുന്നത്? എന്തിനാണ് നീ ഇങ്ങനെ കരയുന്നതെന്നൊക്കെ രാവണൻ ചോദിച്ചു. അവൾ കണ്ണീർനീരോടുകൂടി അതിന് മറുപടി പറയാണ്, രാജൻ, ബലവാനായ അങ്ങയുടെ ബലം കൊണ്ട് എനിക്ക് വൈധവ്യം വരുത്തി. അങ്ങയുടെ ബലപ്രയോഗം കൊണ്ട്, ആ കരുത്തുകൊണ്ട് എൻ്റെ ഭർത്താവിനെയും വധിച്ചു. ഞാൻ വിധവയായി തീർന്നു. അതിനുള്ള കാരണം അങ്ങാണെന്ന് പറയാം. മഹാബലവാന്മാരും പരാക്രമികളും വീരന്മാരും വിഖ്യാതരുമായ കാലകേയരെ, ആ ദൈത്യന്മാരെ അങ്ങ് പോരിൽ വധിച്ചു. എനിക്ക് പ്രാണനേക്കാൾ പ്രിയങ്കരനും മഹാബലവാനുമായ എൻ്റെ ഭർത്താവിനെയും സഹോദരനായ അങ്ങ് ശത്രുവിനെ പോലെ വധിച്ചു. എൻ്റെ ഭർത്താവിനെയും വധിച്ചല്ലോ. ബന്ധുവായ നീ തന്നെ സ്വയം എന്നെ നശിപ്പിച്ചു. നിന്റെ കർമ്മം കാരണം എനിക്ക് വൈധവ്യവും വന്നുകൂടി. ജാമാതാവിനെ നീ രണത്തിലും രക്ഷിക്കേണ്ടതല്ലേ? യുദ്ധത്തിൽ പോലും ജാതാമാവിനെ സഹായം ചെയ്യേണ്ട ആളല്ലേ? അവനെ പോരിൽ വധിച്ചു കളഞ്ഞില്ലേ? എന്നിട്ടും നിനക്ക് യാതൊരു ലജ്ജയും തോന്നില്ലേ? എന്നെല്ലാം ആ ശൂർപ്പണഖ രാവണനോട് പറഞ്ഞു. സഹോദരിയുടെ വാക്ക് കേട്ട് ആർത്തരച്ചുകൊണ്ടിങ്ങനെ ആ ശൂർപ്പണഖ കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ രാവണൻ അവളെ ആശ്വസിപ്പിച്ച് സാമപൂർവം ഇങ്ങനെ പറഞ്ഞു, കരഞ്ഞത് മതി, ഒന്നിനെയും
ഭയപ്പെടേണ്ട. ദാനവും മാനവും നൽകി പ്രസാദിപ്പിച്ച് നിന്നെ ഞാൻ ആവോളം സന്തോഷിപ്പിക്കാം. നിനക്ക് വേണ്ടത് ഞാൻ ചെയ്തു തരാം. യുദ്ധോന്മത്തനായി ജയകാംക്ഷിയായി മറ്റെല്ലാം മറന്ന് പടവെട്ടുമ്പോൾ ബന്ധുക്കളെയും ശത്രുക്കളെയും ഞാൻ തിരിച്ചറിഞ്ഞില്ല. ബന്ധുവാണ് ശത്രുവാണെന്ന് നോക്കിയിട്ടെന്നല്ല, എല്ലാവരെയും വെട്ടി കീഴടക്കാൻ പോകുന്ന ആ ഉന്മത്താവസ്ഥയിൽ ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല എന്ന് രാവണൻ പറയുകയാണ്. കുറ്റസമ്മതിക്കാം. അതിനാൽ പോരിൽ ഞാൻ നിന്റെ കാന്തനെ കൊന്നുപോയി, അറിയാതെ സംഭവിച്ചതാണ് എന്ന് പറയണേ. ഇപ്പോൾ നിന്റെ അഭിഷ്ടം ഞാൻ നിറവേറ്റാം. ഐശ്വര്യയുക്തനായ സഹോദരൻ ഖരന്റെ അരികിൽ നീ വസിക്കുക. ഖരൻ വളരെ പ്രസിദ്ധനാണ്. ആ ഖരന്റെ കൂടെ പോയിട്ട് താമസിക്കുക എന്ന് പറയണം. വേണ്ട പോലെ നിന്നെ സന്തോഷിപ്പിക്കും. സഹോദരനാണ് രാവണന്റെ. മഹാബലവാനായ നിന്റെ സഹോദരൻ 14,000 രാക്ഷസന്മാർക്ക് ദാനത്തിലും യാത്രയിലും യജമാനനായി ഇരിക്കും. ആ ഖരന്റെ കൂടെ 14,000 രാക്ഷസന്മാരും അനുയായികളായിട്ടുണ്ടായിരിക്കും. അവരുടെയെല്ലാം യജമാനനായി തീരും ആ ഖരൻ. നിന്റെ ചിറ്റമ്മയുടെ പുത്രനും സഹോദരനുമായ ഈ ഖരൻ അവിടെ നിന്റെ ആജ്ഞയെ എല്ലായ്പ്പോഴും അനുസരിക്കും, നിന്നെ രക്ഷിക്കുകയും ചെയ്യും എന്ന് രാവണൻ ശൂർപ്പണഖയോട് പറയാണ്. ഈ വീരൻ ദണ്ഡകാരണ്യം പരിരക്ഷിക്കാൻ പോകട്ടെ. ദണ്ഡകാരണ്യത്തിലാണ് ആ സ്ഥലം, ആ വനം ഈ രാക്ഷസന്മാർക്കുള്ളതാണെന്ന് പണ്ട് ബ്രഹ്മാവ് ശപിച്ചിട്ടുണ്ട്. അത്രേ എന്തിനാണ്? ബ്രഹ്മാവല്ല, ശുക്രമഹർഷി മഹാബലവാന്മാരായ രാക്ഷസന്മാരുടെ വാസസ്ഥാനമായി ഭവിക്കും ഈ മഹാരണ്യം എന്ന് ശപിച്ചിട്ടുണ്ട് ശുക്രമഹർഷി. അതുകൊണ്ട് രാക്ഷസന്മാർക്ക് അവിടെ വസിക്കാൻ പോയിട്ട് ഖരൻ അവിടെ പോയിട്ട് താമസിക്കട്ടെ എന്ന് ഖരനെ നിയോഗിക്കുകയാണ്. ഖരൻ അവിടെ ഇപ്പോഴും നിന്റെ അഭിഷ്ടം അനുസരിക്കും. അവൻ കാമരൂപന്മാരായ രാക്ഷസന്മാരുടെ യജമാനനായി തീരും. ദശഗ്രീവൻ ഇങ്ങനെ പറഞ്ഞ ശേഷം വീരശാലികളായ 14,000 രാക്ഷസന്മാരെ അവന്റെ സൈന്യമായി നിയോഗിച്ചു. അനുയായികളായിട്ട് പടയും കൊടുത്തു ഖരന് വേണ്ടിയിട്ട്. അങ്ങനെ അവര് ദണ്ഡകാരണ്യത്തിൽ പോയിട്ട് വസിക്കുകയാണ്. ഘോരരൂപന്മാരായ എല്ലാ രാക്ഷസന്മാരാലും പരിവൃതനായ ഖരൻ വേഗം നിർഭയനായി ദണ്ഡകാരണ്യത്തിലേക്ക് പോയി. ശൂർപ്പണഖയും അങ്ങോട്ട് പോയി അവിടെ വസിച്ചു കൊണ്ടിരുന്നു. അവിടെ നിഹതകണ്ഠകനായി നാടുവാണു പോന്നു. ആ ശൂർപ്പണഖയും ദണ്ഡകാരണ്യത്തിൽ വസിച്ചു. ആരണ്യകാണ്ഡത്തിൽ നമ്മൾ കേട്ട കഥയാണിത്. ഈ കഥകളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് അഗസ്ത്യ മഹർഷിയാണ് ശ്രീരാമന്. കഴിഞ്ഞ കഥകളാണ് ഇതെല്ലാം. അതെല്ലാം പറഞ്ഞു കൊടുക്കുന്ന നമ്മൾ കേൾക്കുന്നതും ഉത്തരകാണ്ഡത്തില് വാൽമീകി മഹർഷിയുടെ ഈ കഥ ഇപ്പൊ നമ്മളും കേട്ടുകൊണ്ടിരിക്കുന്നു. പണ്ട് അഗസ്ത്യ മഹർഷി ശ്രീരാമന് കൊടുത്തിരുന്ന ഭാഗമാണ് ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ രാവണന്റെ ആരെയാണ് ജയിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ കേൾക്കാം അടുത്ത സർക്കത്തില്. അതൊരു എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത ധർമ്മേണ മാർഗേണ മഹിം മഹീശ, ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിസ്വഭാവാൽ കരോമി യദ്ദിൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു, ശ്രീ ജഗദംബാർപ്പണമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.
ഹരി ഓം തത്സത്.